ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ മേടിച്ചൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഇഹ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ മേടിച്ച ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള സൽവാർ സെറ്റാണ്. അപ്പം ഇത് ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ്. എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഇഹ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഒരു ഷോപ്പുണ്ട്. ആലപ്പുഴയിൽ ഇഹ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അല്ലാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവർക്കൊരു പേജും ഉണ്ട്, ഇഹ ഡിസൈൻ എന്ന് പറഞ്ഞ്. ഒരുപാട് സാരി കളക്ഷനും അതുപോലെ തന്നെ സൽവാർ സ്യൂട്ട് കളക്ഷനൊക്കെ ഉള്ളൊരു നല്ലൊരു പേജാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് 1000 രൂപയ്ക്കായിരുന്നു ഇത് ഞാൻ മേടിച്ചത്. 1000 രൂപ, പിന്നെ ഷിപ്പിംഗ് ചാർജും കൂട്ടി 1100 രൂപയായി എനിക്കിത് വന്നപ്പം. അപ്പോൾ ഇത് അവർക്ക് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് പോയ ഒരു പ്രൊഡക്റ്റാണ്. ഇത് അവരുടെ ഷോപ്പ് ഉദ്ഘാടനത്തിന് വന്നപ്പം ഹണി റോസ് ഇതിൻ്റെ സാരി ഇട്ട് അങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഉള്ള എന്താ പറയേണ്ട ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ പല ഫാബ്രിക്കിൽ പല റേറ്റ് പ്രൊഡക്റ്റും അവർ ഇറക്കിയിട്ടുണ്ട്. അതായത് 800 രൂപയുടെ ഉണ്ട്, 1000 രൂപയ്ക്ക് വരുന്നുണ്ട്, പിന്നെ ഓർഗൻസ മെറ്റീരിയലിൻ്റെ ജോർജറ്റ് മെറ്റീരിയൽ, അങ്ങനെ പല ടൈപ്പ് പല മോഡൽ അവർ ഇതിൻ്റെ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തത് ഫാബ്രിക് ഓർഗൻസയാണ്. എനിക്ക് ആയ റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ 1100 കൂടെയാണ്. അത് ഞാൻ ഇതിൻ്റെ ബ്ലാക്കാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ബ്ലാക്ക് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു ഓണിയൻ കളറാണ് എടുത്തത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം ടോപ്പിൻ്റെ മെറ്റീരിയലുണ്ട്, ബോട്ടത്തിൻ്റെ മെറ്റീരിയലുണ്ട്, ദുപ്പട്ടയുണ്ട്. ലൈനിങ് ഉണ്ടെന്നാണ് അന്ന് അവർ പറഞ്ഞത്, പക്ഷേ എനിക്ക് ലൈനിങ് ഒന്നും പ്രൊഡക്റ്റിൽ കിട്ടിയില്ല. പിന്നെ ഞാൻ കംപ്ലൈൻറ്റിനൊന്നും പോയിട്ടൊന്നുമില്ല, ഞാനത് വിട്ടുപോയി. പിന്നെ ഇത് എനിക്കിപ്പോഴാണ് തയ്ച്ച് കിട്ടിയത്, സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതും. നല്ല എന്താ പറയേണ്ട ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഓണമൊക്കെ വരികയാണ്. അപ്പോൾ ഓണത്തിനായാലും നമുക്ക് ഫെസ്റ്റിവൽ സീസൺ എന്ന് വെച്ചാൽ സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം സിമ്പിളാണ്. ഹെവി ആണോ എന്ന് ചോദിച്ചാൽ ഹെവിയാണ്. കാരണം നല്ല വർക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ വർക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ നല്ല ടോപ്പിൻ്റെ താഴെ ആ വർക്കാണ്. സ്ലീവിൽ അങ്ങനെ വർക്ക് കൊടുക്കാനുള്ളതൊന്നുമില്ല. അപ്പോൾ ടോപ്പിൻ്റെ താഴെ ഉള്ളതിനെ ഞാൻ എടുത്ത് ഫ്രണ്ട് പോർഷനിൽ ബാലൻസ് വന്നതാണ് ഫ്രണ്ട് പോർഷനിൽ വെച്ച്. പാൻ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ പാൻ്റാണ്, വേറെ ഡിസൈനോ ഒന്നും ഞാൻ കൊടുത്തില്ല. നോർമലി നമുക്ക് ഇടാൻ പറ്റിയ പാൻറ്റിൻ്റെ സ്ലീവിലൊന്നും ഇതില്ല. ആകെ ഇത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കി വന്നതാണ് ഞാൻ ഫ്രണ്ടിലെടുത്ത് വെച്ചത്. അല്ലാതെ അത് സ്ലീവിലോട്ട് തികയത്തൊന്നുമില്ല, ആകെ ഫ്രണ്ട് പോർഷൻ. പിന്നെ എടുത്ത് പറയേണ്ട അവരുടെ ദുപ്പട്ടയാണ്. ദുപ്പട്ട ഒരു ഒന്നൊന്നര ദുപ്പട്ടയാണ്. കാരണം അത്യാവശ്യം നല്ല വീതി നീളമുള്ളൊരു ദുപ്പട്ടയാണ്. ക്യാമറയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓണിയൻ കളറായിട്ട് ചില സൈഡിൽ നിന്ന് കാണത്തില്ല, കാരണം ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് കാണാത്തത്. ദുപ്പട്ടയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ദുപ്പട്ട. ആ ദുപ്പട്ട കൊണ്ട് തന്നെ നമുക്കൊരു ടോപ്പ് തയ്ക്കാം, അത്രയ്ക്ക് നീളവും വീതിയാണ് ദുപ്പട്ട. ദുപ്പട്ടയുടെ ഒരു സൈഡ് ഫുള്ളും ഇതേപോലത്തെ എന്താ വർക്ക്, ത്രെഡ് വർക്ക് പോലത്തെ ഇത് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ കൊടുത്ത സെയിം വർക്ക് ഒരു സൈഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റേ 3 സൈഡും നോർമലായിട്ടാണ്. ഒരു സൈഡ് ഫുള്ളും ഇതാണ്. പക്ഷേ നല്ല ഭയങ്കര നീളവും ഭയങ്കര വീതിയുള്ളൊരു ഷോളാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടോപ്പ് തയ്ക്കാനുള്ളൊരു തുണി തന്നെയുണ്ട്. പിന്നെന്താ, എനിക്ക് പിന്നെ ഈ പ്രൊഡക്റ്റ് കിട്ടിയത് 1 മാസം കൊണ്ടാണ് കിട്ടിയത്. അവരുടെ അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ പ്രീ ബുക്കിംഗ് ആയിട്ടാണ് എടുത്തത്. ഇതിനു മുമ്പ് അവർക്ക് ഒത്തിരി സെല്ലായി പോയത് കൊണ്ട് തന്നെ ഇവർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടാണ് ഇത് ബുക്ക് ചെയ്തത്, പ്രീ ബുക്കിംഗ് ആയിട്ട് ഇട്ടത്. അപ്പം ഞാൻ 1 മാസം മുമ്പ് ചെയ്ത് എനിക്ക് കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ കിട്ടി. അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ്.